അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയെ പരിചയപ്പെടുകയാണ് നാം. മക്കയുടെ ആധിപത്യത്തിൽ എത്തിച്ചേർന്ന ഒരു കുടുംബമായിരുന്നു നബിയുടെ കുടുംബമായ ഖുറൈശി കുടുംബം എന്ന് നാം പറഞ്ഞു. എങ്ങനെയാണ് അവർ മക്കയുടെ അധികാരത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായ നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചായിരുന്നു. ഖുറൈശികളുടെ നേതാവായി തീർന്ന അദ്ദേഹം ബനു അബ്ദു മനാഫ് കുടുംബത്തിന് വേണ്ടി മക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെയേറെ ശ്രദ്ധേയമായ ജീവിതത്തിലെ ചില അധ്യായങ്ങളെയാണ് നാം പറഞ്ഞു വന്നിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആനക്കലഹ സംഭവത്തിന്റെ ആ പശ്ചാത്തലത്തിൽ മക്കയുടെ ഒരു അധികാരി, ഒരു ഉത്തരവാദി എന്ന അർത്ഥത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ച, അദ്ദേഹം കൈക്കൊണ്ട അദ്ദേഹത്തിന്റെ അത്യപാരമായ മനോധൈര്യവും. അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചരിത്രം എപ്പോഴും എടുത്തു പറയുന്ന മറ്റൊരു സംഭവമാണ് സംസം കിണർ പുനഃസ്ഥാപിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ജുർഹും ഗോത്രക്കാരെ തുരത്താൻ വേണ്ടി ബനു ഹുസാ ഗോത്രക്കാർ യമനിൽ നിന്ന് സംഘടിതരായി വരികയും അവർ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തു. അതിന്റെ അനന്തരഫലം എന്നോണം ജുർഹും ഗോത്രക്കാർ മക്ക വിടാൻ നിർബന്ധിതരായി. പക്ഷേ അവർ മക്ക വിടുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പരാക്രമങ്ങളും ചെയ്തുകൊണ്ടാണ് അവർ പോയത്. അതിൽപ്പെട്ട ഒന്നായിരുന്നു പരിശുദ്ധമായ സംസം എന്ന ദിവ്യ ജലസ്രോതസ് അവർ മണ്ണിട്ട് നികത്തി. കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അമൂല്യങ്ങളായ പല വസ്തുക്കളും അവർ കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് അടർത്തിയെടുക്കുകയും അവർ സംസം കിണറിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. പിന്നീട് ഒരുപാട് കാലം സംസം കിണർ ഭൂമുഖത്തുണ്ടായിരുന്നില്ല. ആ കിണറിനെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ, കഥകളെല്ലാം ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു ആ അറബി ജനതയുടെ ഇടയിൽ. അബ്ദുൽ മുത്തലിബിന്റെ കാലമായപ്പോഴാണ് ഈ കേട്ടുകേൾവി അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നത്. അബ്ദുൽ മുത്തലിബായിരുന്നു സംസം കിണർ പുനഃസ്ഥാപിച്ചത്. അതിന്റെ ചരിത്രം പറയുന്നത്, ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് മസ്ജിദുൽ ഹറാമിൽ കഅബാലയത്തിന്റെ അടുത്തായി കിടന്നുറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നാടനമുണ്ടായി. തന്റെ പൂർവ്വ പിതാക്കന്മാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ദിവ്യ ജലസ്രോതസ്സായ സംസം കിണർ പുനഃസ്ഥാപിക്കാനുള്ള ആജ്ഞയായിരുന്നു ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. എവിടെയാണ് ആ കിണറിന്റെ സ്ഥാനം എന്നും അതേ സ്വപ്നത്തിൽ തന്നെ അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. സ്വപ്നം കണ്ടുണർന്ന അദ്ദേഹം വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിലായി, ഒരു ധർമ്മസങ്കടത്തിലായി അദ്ദേഹം. കാരണം എന്തെന്നാൽ സംസം കിണർ പുനഃസ്ഥാപിക്കാനുള്ള കൽപ്പന തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കൽപ്പന തനിക്ക് ലഭിച്ചതിൽ തനിക്ക് അശേഷം സന്ദേഹമോ സംശയമോ ഒന്നുമില്ല. പക്ഷേ അത് എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി തനിക്ക് സ്വപ്നത്തിൽ ലഭിച്ച സൂചന അത് തന്നെ വല്ലാതെ കുഴക്കുന്ന ഒരു സൂചനയായിരുന്നു. കാരണം അദ്ദേഹത്തിന് കിട്ടിയ സൂചന ഉണങ്ങാത്ത രക്തം വീണ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്താണ് സംസം കിണർ. അവിടെയാണ് താൻ ഈ കിണർ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കുഴിക്കേണ്ടത് എന്നായിരുന്നു സ്വപ്നത്തിലുണ്ടായിരുന്നത്. ആ ഉണങ്ങാത്ത രക്തത്തിലൂടെ ഉറുമ്പുകൾ ഇങ്ങനെ അരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ഒരു സ്ഥലം എവിടെയാണ് എന്ന് കണ്ടെത്തുക സ്വാഭാവികമായും തന്നെ വല്ലാതെ കുഴക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം ഈ ഉണങ്ങാത്ത രക്തം എന്ന് പറയുന്നത് അത് ഹറമിന്റെ ഉള്ളിലാണ്. അറബികൾ ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് ശേഷവും എക്കാലവും വളരെ വിശുദ്ധമായി കരുതുന്ന ഒരു പ്രദേശമാണല്ലോ ഹറം. ആയതുകൊണ്ട് ഹറമിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത രക്തം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അചിന്തനീയമാണ്, അതൊരിക്കലും ഊഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിൽ ഇങ്ങനൊരു അടയാളമുണ്ട് എന്നൊക്കെ
ആരോടെങ്കിലും പറയാൻ അബ്ദുൽ മുത്തലിബിന് തീർച്ചയായും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ആരും അത് വിശ്വസിക്കുമായിരുന്നില്ല. അത്രമാത്രം സംസം കിണറിന്റെ കാര്യവും മറ്റുമെല്ലാം ആ ജനത മറന്നുപോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടെ മഹാനായ നബിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കാത്തുനിന്നു എന്നാണ് ചരിത്രം. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു ദിവസം തികച്ചും യാദൃച്ഛികമായ ഒരു സംഭവം ഉണ്ടായി. അത് മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ ഏകദേശം അടുത്തുള്ള ഒരു അറവുകാരന്റെ അറവുശാലയിൽ നിന്ന് ഒരു അറവ് മാട് ഇറങ്ങി ഓടുകയായിരുന്നു. അറക്കാൻ വേണ്ടി ഭാവിക്കുന്നതിനിടയിൽ കുതറി ഓടിയ ആ അറവ് മാട് മക്കയിലെ തെരുവോരങ്ങളിലൂടെ കുതിച്ചു പാഞ്ഞു. അതിന്റെ പിന്നാലെ ഓടിയ അറവുകാരന് ആ മൃഗത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പലരും സഹായിച്ചുവെങ്കിലും ആ മൃഗത്തെ കീഴ്പ്പെടുത്താൻ അവർക്കാർക്കും സാധ്യമായില്ല. അങ്ങനെ അവസാനം ഓടി ഓടി ആ അറവ് മാട് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. കൃത്യമായ വാതിലുകളും മറ്റുമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. അതിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറിയപ്പോൾ അറവുകാരന് ആശ്വാസമായി. കാരണം ഇനി എന്തായാലും ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലായല്ലോ, ഒരു കെട്ടിന്റെ ഉള്ളിലായല്ലോ, അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ഒരിക്കലും ഈ മൃഗം പുറത്തു പോവില്ല, എനിക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇതിനെ പിടിക്കാൻ കഴിയും എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ആ അറവുകാരൻ ആ മൃഗത്തെ അതിനുള്ളിൽ വെച്ച് തന്നെ പിടികൂടി കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ആശയം തോന്നി. ഇതിനെ ഞാനിപ്പോ കയറിട്ട് കെട്ടിവലിച്ച് തന്റെ അറവ് ശാലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ഇനിയും കുതറിപ്പോയേക്കാം. ആയതുകൊണ്ട് ഇതിനെ ഇവിടെ ഇട്ട് അറുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബുദ്ധി. അറുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് അയാൾക്ക് തോന്നുകയും അയാൾ അവിടെ ഇട്ട് തന്നെ ആ മൃഗത്തെ അറുക്കുകയും ചെയ്തു. അതിന്റെ ഫലം എന്നോണം അവിടെ രക്തം വീണു. അബ്ദുൽ മുത്തലിബ് ഈ സംഭവത്തിന് ശേഷം അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ദൃശ്യപ്പെട്ടത്. ഒരു സ്ഥലത്ത് രക്തം വീണു കിടക്കുന്നു. ആ രക്തത്തിലുള്ള ഉറുമ്പുകൾ അരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രക്തം ഉണങ്ങിയിട്ടില്ല. അബ്ദുൽ മുത്തലിബിന് തന്റെ സ്വപ്നം അപ്പോഴാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തീർച്ചയായും കഅബാലയത്തിന്റെ ദൈവം സംസം കിണറിന്റെ സ്ഥാനം തനിക്ക് കാണിച്ചു തരികയായിരുന്നു ഈ സംഭവത്തിലൂടെ എന്ന് അബ്ദുൽ മുത്തലിബിന് മനസ്സിലായി. അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടുകൂടെ ആ സ്ഥലത്ത് സംസം കിണർ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് താഴേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് വിലപിടിപ്പുള്ള പലതും ആയുധങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചു. അതെല്ലാം അദ്ദേഹം പുറത്തേക്കെടുത്തു. അവസാനം ജലസ്രോതസ് കണ്ടെത്തി ആ സംസം കിണർ പൂർവ്വസ്ഥിതിയിൽ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ നിന്ന് കണ്ടെത്തപ്പെട്ട ആ വില കൂടിയ സ്വർണ്ണാഭരണങ്ങളും മറ്റുമെല്ലാം അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി കഅബാലയത്തിന്റെ വാതിലുകളും മറ്റു കഅബാലയത്തിന് ആവശ്യമായ കാര്യങ്ങളുമെല്ലാം അതിനായി ഉണ്ടാക്കി.